ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണീനെ പറ്റിയിട്ട്. അപ്പോൾ ആ വെയിറ്റ് ലോസ് ചെയ്യാൻ സഹായിച്ച കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ശരിക്കും 87 വരെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വെയിറ്റ്. ഡ്യൂറിങ് പ്രഗ്നൻസി 87 വരെ പോയിട്ടുണ്ടായിരുന്നു. അതൊരു ഏകദേശം ഒരു 3-4 മന്ത്സിലാണ് ഞാൻ 63 വരെ എത്തിച്ചത്. അപ്പോൾ ഇപ്പോൾ കറണ്ട് വെയിറ്റ് ഉണ്ട് 63 ആണ്. അപ്പോൾ ആ ഒരു വെയിറ്റ് ലോസ് ജേർണി എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസിയൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്നാലും എനിക്കൊരു എന്താ പറയുക, എങ്ങനെയെങ്കിലും എനിക്ക് വെയിറ്റ് ലൂസ് ചെയ്യണം എന്നൊരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. കാരണം എസ് ഡബിൾ XL വരെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലേ. അത് ഇതുവരെ ഞാനിങ്ങനെ തടിച്ച് കണ്ടേയില്ല. ചെറുപ്പം മുതലേ ഞാൻ എപ്പോഴും മെലിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത്രയും വണ്ണം വെച്ചു, അതെനിക്ക് തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി. എനിക്ക് ഓരോ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു പഴയൊരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് എനിക്കിപ്പോൾ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞാൻ അത്രയും ഒരു വണ്ണം ഉണ്ടായിരുന്നു. ഞാൻ ഡബിൾ എക്സിലൊക്കെ എന്താ പറയുക, ഞാൻ എൻ്റെ അമ്മയെ കളിയാക്കുമായിരുന്നു പണ്ടൊക്കെ. അമ്മയൊക്കെ എത്ര തടി വെച്ചു, അമ്മ തടിച്ച് എന്നൊക്കെ വിളിക്കുമ്പോൾ അമ്മ പിന്നെ എന്നോട് പറഞ്ഞു, കണ്ടില്ലേ നീ ഇപ്പോൾ തടിച്ചില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഒരു കാലത്ത് പോലും ഇങ്ങനെ അമ്മേനെ കളിയാക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു മീൻസ് ഈ ഒരു തടി വരെ വരും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ ഞാനും ഇതുപോലെ തടിച്ചു 80s വരെ പോകുന്നു. ഞാൻ സത്യം പറഞ്ഞ 70s 60s 70s ഒക്കെ പിന്നെയും എന്താ പറയുക, ശരി, നമ്മൾ ഡ്യൂറിങ് പ്രഗ്നൻസി ഒക്കെ കുറച്ച് വെയിറ്റ് ഗെയിൻ ആവാം എന്നൊക്കെ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു എൻ്റെ. പക്ഷേ ഇത്രയും വെയിറ്റ് ഗെയിൻ ചെയ്തു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും വെയിറ്റ് ഗെയിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് 3 മാസം ഒരു ബെഡ് റെസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും ജോലിയേ ചെയ്തില്ലായിരുന്നു ഡ്യൂറിങ് പ്രഗ്നൻസി. പിന്നെ ലാസ്റ്റ് ഒരു തേർഡ് ട്രൈമസ്റ്ററിലാണ് ഞാൻ കുറച്ചൊക്കെ എക്സസൈസ് വാക്കിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ ഞാനിങ്ങനെ പിന്നെ എൻ്റെ ജോലി നടക്കുമായിരുന്നു. അപ്പം ഞാൻ ഇരുന്ന് ഒരു എക്സസൈസ് ഇല്ല ബോഡിക്ക്. ഇരുന്ന് തിന്നുകൊണ്ടിരിക്കും. അപ്പം വിശക്കുമായിരുന്നു, അപ്പം തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതല്ലാതെ വേറെ ഒരു ബോഡി മൂവ്മെൻറ്റ്സും ഇല്ലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഇത്ര ഒരു വെയിറ്റ് ഗെയിൻ വരാനൊരു കാരണം ഉണ്ടായത്. അപ്പം ഞാൻ എൻ്റെ 87 kg ആഫ്റ്റർ ഡെലിവറി ഞാനൊരു 87-88 വരെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ 84 ആയിരുന്നു ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ആകെ ഇങ്ങനെ വീർത്ത് തടിച്ചതല്ല, ഞാൻ എൻ്റെ ശരീരം ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്വെല്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു നീർക്കെട്ടുണ്ടായിരുന്നു എൻ്റെ ബോഡിക്ക്. അത് കാരണം പിന്നെ സെക്ഷനും കൂടി ആയതുകൊണ്ട് എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് തൊടുന്നിടത്തൊക്കെ വേദനയായിരുന്നു. അപ്പോൾ അപ്പോൾ ആ ഒരു മാസമൊക്കെ ഞാൻ ഇങ്ങനെ, അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു സെക്ഷൻ കഴിഞ്ഞാൽ ഒരു നടുവേദന ഉണ്ടാവും കുറച്ച് ദിവസം, അത് കഴിഞ്ഞാൽ അത് മാറും എന്നൊക്കെ, നിങ്ങളുടെ ബോഡി ഇത് യൂസ്ഡ് ആവുന്ന സമയത്ത് അത് മാറും എന്നൊക്കെ ആയിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പിന്നെ എനിക്ക് ഒരു പേടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മാസം വരെ ഞാൻ നോക്കി ഇത്രയും വെയിറ്റ് ഗെയിൻ ചെയ്തതിന് ശേഷം എൻ്റെ ബോഡി എനിക്ക് അത് മാച്ചായിട്ട് തോന്നുന്ന കാണാൻ മാത്രമല്ല, എനിക്കത് എന്താ പറയുക, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എനിക്ക് കാലുവേദന, എനിക്ക് എന്താ പറയുക, ഞാൻ നടക്കുമ്പോൾ പോലും ഇങ്ങനെ മൂട്ടിയായിരുന്നു നടന്നുകൊണ്ടുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോഡിയൊക്കെ തന്നാൽ എവിടെ തൊടുമ്പോഴും ഭയങ്കരമായിട്ട് ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കാരണം എനിക്ക് ഞാൻ തന്നെ സ്വയം വിചാരിച്ചു എങ്ങനെയെങ്കിലും എനിക്ക് വെയിറ്റ് ലൂസ് ചെയ്യണം എന്ന്. എനിക്ക് എന്താ പറയുക, അത്ര വെയിറ്റ് ഗെയിൻ സമയത്ത് പോലും എനിക്ക് ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഡ്യൂറിങ് പ്രഗ്നൻസി ഞാനൊന്നും ചിന്തിച്ചില്ല, കുഞ്ഞിനെ കുറിച്ച് മാത്രം ചിന്തിച്ചതുകൊണ്ട് പിന്നെ വെയിറ്റ് ഗെയിൻ ആയാലും പ്രശ്നമില്ല.
പിന്നെ ആഫ്റ്റർ ഡെലിവറി പിന്നെ എല്ലാവരും പറയാൻ തുടങ്ങി ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒരുപാട് ബാധിക്കും ഞാൻ ഇങ്ങനെ ഡയറ്റൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല. ആഫ്റ്റർ 3 months എനിക്ക് ഇതിൻ്റെ മെത്തേഡ്സ് മനസ്സിലായി. നമ്മളെങ്ങനെയാണ് നമ്മളുടെ ബ്രസ്റ്റ് ഫീഡിങ് ഒന്നും എഫക്റ്റ് ആവാതെ നമ്മൾ വെയിറ്റ് ലൂസും ചെയ്യണം, കൂടാതെ നല്ലൊരു ഹെൽത്തി ഡയറ്റും ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യണം എന്ന ഒരു ടാർഗറ്റ് മാത്രമായിരുന്നു. അപ്പം ഞാൻ 3 months കറക്റ്റ് 3 months കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി എൻ്റെ ഒരു ഡയറ്റിൽ. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഡയറ്റൊന്നും എടുത്തില്ല, നല്ല ഹെൽത്തി ഫുഡായിരുന്നു ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം സെക്ഷൻ കഴിഞ്ഞിട്ട് എന്താ പറയുക, ഡെലിവറി കഴിഞ്ഞിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്ക് മാത്രമല്ല, സാധാരണ വെയിറ്റ് നല്ല തടിയുള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് തന്നെ തോന്നും ചില ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചാലോ, അപ്പോൾ എത്ര നാളെടുക്കും കുറയ്ക്കണം. അപ്പോൾ ചില ആൾക്കാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്നൊന്നും കുറയത്തില്ല. നമ്മൾ ചില സമയത്ത് ഇപ്പം ഞാൻ തന്നെ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആ ഒരു ജേർണി തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരാഴ്ചയൊന്നും ഒരു ചെറുതായിട്ട് പോലും മീൻസ് ഒരു 200 ഗ്രാമോ അല്ലെങ്കിൽ 500 ഒന്നും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാറ്റമില്ല എന്ന് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. അതുപോലത്തെ ഒരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഹോപ്സ് ലൂസ് ചെയ്തിട്ടില്ല. ഞാനൊരു വീണ്ടും ഒരു 1 വീക്ക് കൂടി കാത്തുനിന്നു. ആ സമയത്ത് എനിക്കൊരു 500 ഗ്രാംസിൻ്റെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് 500 ഗ്രാംസ് കുറഞ്ഞത് കണ്ടു. പിന്നെ അത് എനിക്ക് ആ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു 3 kg ഞാൻ ലൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പതിയെയാണ് ഈ പ്രോസസ്സ്. ഇതൊരു പെട്ടെന്ന് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, അപ്പോഴത്തേക്ക് ഒരു നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്ക് ഒരു 5 കിലോ 10 കിലോ കുറയും, അങ്ങനെ ഒന്നുമല്ല. ഇതൊരു പ്രോസസ്സാണ്. ഇത് നമ്മൾ എത്രത്തോളം ആ ഒരു എന്താ പറയുക, നമ്മളുടെ ഈ ഒരു ജേർണി നമുക്ക് ഒന്നാമത് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ്. അതുകൂടാതെ നമ്മൾക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടി വേണം. ഞാൻ എന്തായാലും കുറയ്ക്കും. പിന്നെ ആ സമയത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളുടെ ജേർണിയിൽ നമ്മൾ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ മീൻസ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ആവും എന്ന് നമുക്ക് അറിയെങ്കിൽ ആ ഒരു ടിപ്സ് നമ്മൾ എന്തായാലും ഫോളോ ചെയ്യണം. അതുപോലത്തെ 5 ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയറ്റിൽ നിന്ന് ഷുഗർ ഫുള്ളായിട്ട് കട്ട് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഷുഗർ ക്രേവിങ്സ് ഇപ്പോൾ ചില സമയത്ത് ലഞ്ച് കഴിച്ചാൽ തന്നെ എനിക്ക് തോന്നും നല്ലൊരു എന്തെങ്കിലും ജിലേബി അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഷുഗർ ക്രേവിങ്സ് എന്തായാലും വരും. അപ്പോൾ നല്ല മധുരം കഴിക്കാൻ തോന്നും. പക്ഷേ ഈ ഒരു വെയിറ്റ് ലോസ് സമയത്ത് ഷുഗർ ഫുള്ളായിട്ട് കട്ട് ചെയ്യണം. പക്ഷേ ഞാൻ ഈ ഒരു മീൻസ് ഷുഗർ ഫുള്ളായിട്ട് കട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് ചായയിൽ മധുരം 2 ദിവസം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. വിതൗട്ട് ഷുഗർ ഞാൻ ടീ കുടിച്ചു, പക്ഷേ എനിക്ക് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം 2 ദിവസം ഞാൻ ടീ തന്നെ ഒഴിവാക്കി. പക്ഷെ എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വിതൗട്ട് ഷുഗർ കൺസ്യൂം ചെയ്തു ടീ, അതും എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആകെ ഒരു സാധനമല്ലേ ഷുഗറിൽ ഞാൻ കഴിക്കുന്നത്, അതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക ചായ കുടിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ നോ ഷുഗർ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത് നോ ഷുഗർ ഫ്രം ആർ ഡയറ്റ്. ടോട്ടലി നമ്മളത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് ഈ ക്രേവിങ്സ് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന സമയത്ത് ഇങ്ങനെ മധുരം കഴിക്കാൻ തോന്നുമ്പോൾ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നല്ല ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ആ സമയത്ത് ആ ഒരു ക്രേവിങ്സ് അതിലൂടെ മാറി. പക്ഷേ ഈ ചോക്ലേറ്റ് പിന്നെ കേക്ക് ഇതൊന്നും തീരായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല ആ സമയത്ത്. അങ്ങനെ ഞാൻ എന്താ പറയുക, ഫസ്റ്റ് എൻ്റെ ടിപ്പ് അതാണ്. പിന്നെ സെക്കൻഡ് ടിപ്പ് ധാരാളം വെള്ളം കുടിക്കുക.
ധാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 liters ഓഫ് വാട്ടർ എങ്കിലും കുടിക്കണം. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കുടിക്കാൻ എളുപ്പമായിരുന്നു. കാരണം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് ബിഫോർ ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ആഫ്റ്റർ ബ്രസ്റ്റ് ഫീഡിങ് ഒരു സിപ്പ് ഓഫ് വാട്ടർ എങ്കിലും നമ്മൾ കൺസ്യൂം ചെയ്യണം എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് ഈസി ആയിരുന്നു എന്താ പറയുക ആ ഒരു ഇത് ഫോളോ ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ആ ഒരു ബോട്ടിൽ 1 ലിറ്റർ ബോട്ടിൽ വെക്കും, അത് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 3 times മിനിമം ആയിരുന്നു. 3 times എങ്കിലും ഞാൻ 3 liters ഓഫ് വാട്ടർ ഞാൻ ഡെയിലി കുടിക്കുമായിരുന്നു. അത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പെട്ടെന്ന് നമുക്ക് എഫക്റ്റീവായിട്ട് വിശപ്പൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വെള്ളം കുടിക്കുന്നത് ഇപ്പോൾ ഓരോ മീൽസ്, ഇപ്പോൾ രാവിലെ ആകട്ടെ ഉച്ചയ്ക്കാകട്ടെ ഇപ്പോൾ രാത്രിയാകട്ടെ, നമ്മൾ ഓരോ മീൽസിന് മുമ്പേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വയറ് അവിടെ തന്നെ ഫില്ലാവും. അപ്പോൾ നമുക്ക് കൂടുതൽ ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല. അവിടെ അങ്ങനെ തന്നെ നമുക്ക് നമ്മളെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക, അത് കൂടുതൽ നമുക്ക് ഹെൽപ്ഫുള്ളാവും. പിന്നെ 3rd ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് എന്താ പറയുക, പുറത്തുള്ള ഫുഡ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക പറഞ്ഞാൽ ഇപ്പോൾ ജങ്ക് ഫുഡ്, ഓയിലി ഫുഡ്സ്, അങ്ങനത്തെ എല്ലാ ഫുഡ്സും വരും. അത് ടോട്ടലായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം അതിലെ കണ്ടൻസ് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ വെയിറ്റ് ലോസ് ജേർണി ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും എനിക്ക് പുറത്ത് പോയി ഞാൻ കഴിച്ചു, മീൻസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇന്ന് കുറച്ച് ഞാൻ ഫുഡ് കൂടുതൽ കഴിച്ചു, പക്ഷെ നാളെ ഞാൻ അതുപോലെ എന്താ പറയുക പട്ടിണി കിടന്നു കഴിഞ്ഞാലൊന്നും ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതൊരു പ്രോസസ്സ്. സപ്പോസ് ഇന്ന് ചെയ്യുന്നത് പോലെ തന്നെ നാളെ ചെയ്യണം. മേ ബി നിങ്ങളൊരു 3 months കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടതിന് ശേഷം വേണമെങ്കിൽ പിന്നെയും നമുക്ക് നമ്മളുടെ ആ പഴയ റൂട്ടീനിലോട്ട് പോവാം. പക്ഷേ അത് എന്തായാലും മസ്റ്റായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും നമ്മൾ സ്ട്രിക്റ്റ് ആവണം നമ്മളുടെ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഓയിലി ഫുഡ്സും ജങ്ക് ഫുഡ്സും ടോട്ടലി അവോയ്ഡ് ചെയ്യണം. അതിലൊക്കെ അതിൻ്റെ കണ്ടൻസ് ആണ് നമ്മളെ കൂടുതൽ ഫാറ്റ്. അതിൽ ചില പ്രൊഡക്ട്സിലൊക്കെ ഷുഗർ ഉണ്ടാവും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ടോട്ടലായിട്ട് പുറത്തത്തെ ഫുഡേ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടും നമുക്ക്. 4th ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് റാപ്പപ്പ് ചെയ്യണം. ലാസ്റ്റ് ഒരു മീൽ അതായിരിക്കണം. 7-7:30 ആകുമ്പോഴത്തേക്ക് എന്തായാലും നമ്മളുടെ മീല് നമ്മൾ എന്തായാലും കൺസ്യൂം ചെയ്തിട്ട്, അപ്പോൾ അത് നമ്മൾ മാക്സിമം നേരത്തെ ആക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം അത് നമുക്ക് ഡൈജഷൻ, അപ്പോൾ ഇപ്പോൾ 10 മണി അല്ലെങ്കിൽ 11 മണിക്ക് ഉറങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്രയും സമയം ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സമയമുണ്ട്. അപ്പോൾ 7:30 ഹെവി ആയാലും കുഴപ്പമില്ല. 7:30 ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ഡിന്നർ അത് ലാസ്റ്റ് നമ്മളുടെ മീലായിട്ട് കൺസിഡർ ചെയ്തിട്ട് അത് അവിടെ തന്നെ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മളുടെ ഡൈജഷന് ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ അതുകൂടാതെ നമുക്ക് ഇപ്പോൾ രാത്രിയൊക്കെ വിശക്കുന്നുണ്ടെന്ന സമയത്ത് ഇപ്പോൾ കുറേ വെള്ളം കുടിച്ചാൽ തന്നെ നമ്മളുടെ വിശപ്പ് അവിടെ തന്നെ നിൽക്കും. അത് അപ്പോൾ വിശക്കുന്ന സമയത്ത് രാത്രിയൊക്കെ വിശക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. പക്ഷെ എന്തായാലും ഫുഡ് നമ്മളുടെ മീൽ രാത്രിക്കത്തെ ഡിന്നർ എന്തായാലും 7:30 മാക്സിമം നമ്മളവിടെ റാപ്പപ്പ് ചെയ്യണം. അത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് മീൻസ് നമുക്ക് തരുന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, ഓവർലോഡായിട്ട് ഫുഡ് കഴിച്ചിട്ട് രാത്രി കിടന്നു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് രാത്രി കിടക്കുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഗ്യാസിൻ്റെ പ്രശ്നം വരും. പിന്നെ കിടക്കുമ്പോൾ തന്നെ ഒരു എന്തോ വയറൊക്കെ ഫുള്ളായിട്ട് നമുക്ക് കിടക്കാൻ പോലും പറ്റൂല. അപ്പം ഈ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. 7:30 നമ്മൾ ഡിന്നർ കഴിച്ച് എന്തായാലും തീരണം. പിന്നെ 5th ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ വെയിറ്റ് ലോസ് കുറയണമെങ്കിൽ നമ്മൾ ആ ഒരു ഫാറ്റ് ബേൺ ആവണം.
ആ ഫാറ്റ് ബേൺ അത് നന്നായിട്ട് സ്വെറ്റ് ചെയ്യണം. അതിപ്പോൾ എന്തെങ്കിലും ഒരു ഹാഫ് ആൻ അവർ വർക്കൗട്ട് ഇപ്പോൾ എല്ലാവർക്കും ഒന്നും ജിമ്മിലൊന്നും പോകാൻ പറ്റത്തില്ല. മീൻസ് ഇപ്പം ഞാൻ പോലും ജിമ്മിലൊന്നും പോയിട്ടൊന്നുമല്ല തടി കുറച്ചത്. ഞാൻ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ് തടിയൊക്കെ കുറച്ചത്. അപ്പോൾ അതുപോലെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ്, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ വാക്കിങ് ചെയ്യുക. ഒരു 2000 നമ്മളിങ്ങനെ ഓരോ ദിവസവും കൗണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുക. 2000 3000 അങ്ങനെ കൗണ്ട് സ്റ്റെപ്സ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് നമ്മൾ വാക്കിംഗ് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ 25 to 30 minutes വരെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു നന്നായിട്ട് ഫാറ്റ് ബേൺ ചെയ്യുന്ന ഒരു എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. പിന്നെ അതുകൂടാതെ അതൊന്നും പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ സൂര്യ നമസ്കാരം ഒരു 12 തവണ സൂര്യ നമസ്കാരം ചെയ്യുക. അത് നമുക്ക് സമയം കിട്ടുന്ന പോലെ. ഇപ്പോൾ ഞാനൊക്കെ രാവിലെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എണീച്ച ഉടനെ കുറച്ച് എക്സസൈസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ റുട്ടീൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയമൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്തല്ല നമ്മൾ ചെയ്യുക. രാവിലെ അവൾ ഉറങ്ങുന്നില്ലെങ്കിൽ ഞാൻ ചില സമയത്ത് ഉച്ചയ്ക്ക് എന്താ പറയുക, ഉച്ചയ്ക്കായിരുന്നു, ഉച്ചയല്ല, ഒരു 4 മണിക്ക് 5 മണിക്കൊക്കെ ആയിരുന്നു ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ടുണ്ടായത്. അങ്ങനെ നമ്മളുടെ ഒരു ടാർഗറ്റ് ഉണ്ട്, ഇന്നത്തെ ദിവസം ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന്. ആ ഒരു ടാർഗറ്റിൻ്റെ ഭാഗമാണ് ഈ ഒരു വർക്കൗട്ടും കൂടി വെക്കേണ്ടത്. ഈ ഒരു 5 കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നല്ലൊരു ചേഞ്ച് നമ്മുടെ ബോഡിയിൽ തന്നെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ എപ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്, നമ്മളെ ബോഡി നല്ലൊരു ഹാപ്പിനെസ് തരുന്ന സമയത്ത്. ഇപ്പോൾ നല്ലൊരു വണ്ണമുള്ള ആള് ചിലപ്പോൾ അവർ സ്വയം ഒരു ബ്യൂട്ടി, മീൻസ് അവർ വിചാരിക്കും ഞാൻ സ്വന്തം ബ്യൂട്ടിഫുൾ ആണ് എന്ന് വിചാരിക്കുമ്പോൾ അവരിപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഓ ഞാൻ തടി കുറച്ചില്ലെങ്കിലും ഐ എം ബ്യൂട്ടിഫുൾ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയല്ല. ഞാൻ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ എന്നാൽ പോലും എനിക്ക് മീൻസ് ബോഡിയിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ, ഇപ്പോൾ അവിടെ വേദന ഇവിടെ വേദന, കാല് ശരിക്കും നടക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇതൊക്കെ. അപ്പം ഇതിനൊക്കെ ഒരു സൊല്യൂഷനാണ് വെയിറ്റ് ലൂസ് ചെയ്യുക. കാരണം വെയിറ്റ് ഗെയിൻ ആവുന്ന സമയത്ത് നമുക്ക് പല പ്രശ്നങ്ങൾ വരും. അത് നമുക്ക് നമ്മളെ ഡെയിലി റൂട്ടീനിനെ തന്നെ ഒരുപാട് ബാധിക്കും. നമ്മുടെ വർക്ക് തന്നെ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട് സ്ലോ ആയിരിക്കും നമ്മൾ. അപ്പം ആ ഒരു കാര്യം വരുന്ന സമയത്ത് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റേണ്ടി വരും. അങ്ങനത്തെ ഒരു മാറ്റമാണ് നമ്മൾ ഈ വെയിറ്റ് ലോസിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ കാരണം ഞാൻ ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഫോളോ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചിട്ട് ഞാൻ എന്താ പറയുക, ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ ഞാൻ വാക്കിങ്ങിന് പോലും അല്ല പോയത്. ഞാൻ ഇതുപോലെ ഓരോ വീഡിയോസ് കണ്ടതിന് ശേഷം ഒരു 25-30 minutes ഒക്കെ വർക്കൗട്ടായിരുന്നു ചെയ്തുകൊണ്ടുണ്ടായത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്തത്. ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല. കാരണം നമുക്കിപ്പോൾ തോന്നി, എൻ്റെ ടാർഗറ്റ് ഞാൻ ഇത്ര വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 65-70 വരെ ആയിരുന്നു വെച്ചത്. ഇപ്പോൾ 63 വരെ എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മെല്ലെ കുറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും പെട്ടെന്ന് ഇത് 3 months കൊണ്ടാണ് ഞാൻ നേടിയെടുത്തത്. ഞാൻ വിചാരിച്ച് ഞാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇപ്പം ഞാൻ നിർത്തി. ഇനി മെല്ലെ കുറഞ്ഞാൽ മതി, ഇതാണ് എൻ്റെ ഒരു ടാർഗറ്റ്. ഇതുപോലെ നിങ്ങൾക്കും എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ എന്തും നമുക്ക് നേടാൻ പറ്റും എന്ന് ഞാൻ എന്താ പറയുക, ആഫ്റ്റർ മൈ C-section എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സാധാരണക്കാരായ എത്രയോ ആൾക്കാർ, ഇപ്പോൾ തടിയൊക്കെ കൂടിയിട്ടുള്ളവർ, നമ്മൾ വിചാരിച്ചാൽ പറ്റും. പക്ഷേ നമ്മൾ വിചാരിക്കണം, ഇന്നത്തെ ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എല്ലാ ദിവസവും ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ആ ഒരു 5 കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. ഒരു മാസം കൊണ്ട് നമുക്ക് മിനിമം 3 kgs എങ്കിലും കുറയും. എന്താ പറയുക, ഞാൻ ചില മാസങ്ങളിൽ 5 kg വരെ കുറഞ്ഞിട്ടുണ്ട്. ലിറ്ററലി 5 kg. ഇത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു
ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡബിൾ എക്സ് ഇപ്പോൾ ഡബിൾ എക്സ് ടു എസ് വരെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഒരു ഹാപ്പിനെസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ വീഡിയോസൊന്നും ഇടാവുന്ന സമയത്ത് ഇടാവുന്നത് എന്താ പറയുക, എനിക്ക് തടിയൊക്കെ ഉള്ള സമയത്ത് എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാനൊരു മടി. പിന്നെ അതുകൂടാതെ എനിക്ക് ആൾക്കാരൊക്കെ എന്ത് പറയും, ബോഡി ഷേമിങ് ഉണ്ടാവുമോ, ഞാൻ ഇതിനെക്കുറിച്ച് ഈ ടേംസൊക്കെ കുറിച്ച് കേട്ടതേ ഇല്ലു. അപ്പോൾ ഇത് ഞാൻ സ്വന്തം എക്സ്പീരിയൻസ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ, നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ഇതൊക്കെ പറ്റൂ. നമ്മളിപ്പോൾ എന്താ പറയുക, എത്രത്തോളം നമ്മൾ പറഞ്ഞു ഓ ശരി നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ അഥവാ ഡയറ്റ് ചെയ്തു, നാളത്തെ ദിവസം നമ്മൾ ചെയ്തില്ല, അത് ആ ഒരു പ്രോസസ്സിനെ ഒരുപാട് ബാധിക്കും. അപ്പം നമ്മൾ ഒരു ടാർഗറ്റ് വയ്ക്കുക, അതെന്തായാലും നമ്മൾ എന്തായാലും അച്ചീവ് ചെയ്യും. അത് നമ്മൾ ചിലപ്പോൾ അത് 3 മാസത്തേത് 6 മാസം എടുക്കുമായിരിക്കും, പക്ഷെ വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് എ വേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.